ഓൺസിങ്ങിനെ ഹെയ്ൻ വഴി ഹിനുവിനെ പറഞ്ഞയക്കാനൊന്നും സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രേസ്കോനെ അയച്ചിരിക്കുകയാണ്. ഗ്രേസ്കോയും അവനെ അധികം നാള് കമ്പനിയിലൊന്നും വെച്ചോണ്ടിരിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ല എന്നൊക്കെ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നു. അതൊക്കെ കേൾക്കുന്ന സൂചോളും ഞാൻ ഇതുവരെയായിട്ടും ഹിനുവിനേക്കാളും സ്മാർട്ട് ആണെന്നൊന്നും എനിക്ക് തെളിയിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ പറഞ്ഞയക്കുന്നത് ബുദ്ധിയല്ല എന്നൊക്കെയാണ് അറിയിക്കുന്നത്. ഇപ്പോൾ ആകട്ടെ നഷ്ടപരിഹാരത്തിന്റെ പേരിൽ ഹെയിന്റെ കയ്യിൽ നിന്ന് ഒരു തുക പോലും മേടിക്കാതെ ആയിരുന്നു അവൻ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി മുതൽ നീ കമ്പനിയിൽ നിൽക്കേണ്ടതൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അവനെ ദേഷ്യമൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവൻ നഷ്ടപരിഹാരമൊക്കെ ചോദിച്ചാലോ. അങ്ങനെ വലിയൊരു തുകയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ നഷ്ടമുണ്ടാക്കുകയില്ലേ എന്നൊക്കെ സൂചോളും ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അവൻ കമ്പനിയുടെ ലീഗൽ ഡയറക്ടറാണ്. അത് വലിയൊരു സ്ഥാനമാണ്. ആ ഒരു സ്ഥാനമൊക്കെ അവന്റെ അടുത്ത് നിന്ന് കളയുകയാണെങ്കിൽ അവന്റെ പവറും കുറച്ചൊക്കെ കുറഞ്ഞിരിക്കുമെന്ന കാര്യം കൂടി ഗ്രേസ്കോയും അമ്മേനെ അറിയിക്കുന്നു. ഹെയിന്റെ അമ്മേനെ ഹ്യുനുവിന്റെ അമ്മ കോൾ ചെയ്യുന്നു. പിന്നീട് നേരെ മകളുടെ കടയിലേക്കും കൂടി എത്തുകയാണ്. സാധാരണയായിട്ട് ഫീമെയിൽ പൊളിറ്റീഷ്യൻസ് ഒക്കെ മീഡിയയുടെ അടുത്ത് നിന്ന് സോറി ഒക്കെ പറയൂലോ. അപ്പോൾ അവരൊരു ഹെയർ സ്റ്റൈൽ വെക്കൂലോ. ആ ഒരു ഹെയർ സ്റ്റൈലാണ് തനിക്ക് ആവശ്യമായിട്ടുള്ളതെന്നാണ് മകളുടെ അടുത്ത് നിന്ന് അമ്മ പറയുന്നത്. അതേ ഹെയർ സ്റ്റൈൽ ഒന്നും സെറ്റ് ആക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ഒരു ഹെയർ സ്റ്റൈൽ ഒക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ മകളും അമ്മനെ റെഡിയാക്കി കൊടുക്കുന്നു. ഹ്യുനുവിന്റെ അമ്മ ഹെയിന്റെ അമ്മയോട് വന്ന് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് എല്ലാ തെറ്റും എന്റെ മകന്റെ ഭാഗത്താണെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കേൾക്കുന്ന ഹെയിന്റെ അമ്മയാകട്ടെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകന് വല്ല നഷ്ടപരിഹാരവും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ റെക്കോർഡാക്കിയിട്ട് അതും കോടതിയിൽ കാണിക്കുവാനായിട്ട് വല്ല പ്ലാനും ഉണ്ടോ എന്നൊക്കെ അവരുടെ അടുത്തും ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവമൊന്നും ഇല്ല എന്നൊക്കെ ഹ്യുനുവിന്റെ അമ്മ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മകനും ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞ പല കാര്യങ്ങളും ചോർത്തിയിട്ട് ഒടുവിലായിട്ട് ഞങ്ങൾക്ക് എതിരായിട്ടുള്ള കമ്പനിയുടെ കയ്യിൽ ആ ഒരു രേഖകളെല്ലാം തന്നെ കൊടുത്തു. ഇപ്പോൾ പോലീസും ആ ഒരു കേസൊക്കെ അന്വേഷിക്കുകയാണെന്ന് ഹെയിന്റെ അമ്മ പറയുമ്പോഴത്തേക്കും ഹ്യുനു ആണ് അത് ചെയ്തതെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഹ്യുനുവിന്റെ അമ്മ ചോദിക്കുന്നത്. അവൻ സമ്മതിച്ചൊന്നും ഇല്ലായിരുന്നു എന്ന് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് കൂടി ഉണ്ടാക്കുകയില്ല എന്നും ഹ്യുനുവിന്റെ അമ്മ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ ഇനി അത് തെളിയിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലല്ലോ. അതായത് അവർ രണ്ടുപേരും ഡിവോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഹെയിന്റെ അമ്മ പറയുമ്പോഴത്തേക്കുമാണ് ഹ്യുൻവു ആ ഒരു വിവരം ഒന്നും തന്നെ വീട്ടിൽ അറിയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഹെയിന്റെ അമ്മ മനസ്സിലാക്കുന്നത്. ഇതുപോലൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കരുതെന്നൊക്കെ ഞാൻ അവരോട് വിവാഹത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ എന്റെ വാക്ക് കേൾക്കാതെ വിവാഹം കഴിച്ചതല്ലേ എന്ന് ഹെയിന്റെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ഹ്യുനുവിന്റെ അമ്മയും അവർക്ക് വിവാഹത്തിന് മുമ്പ് മറക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ഒരുപാട് നിമിഷങ്ങളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അവരും വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിച്ചത്. വിവാഹത്തിന് ശേഷവും അവർക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലും അവരും ആ ഒരു നിമിഷങ്ങൾ ഒരിക്കലും മറക്കുന്നതായിരിക്കുകയില്ല. നമുക്ക് ആർക്കും തന്നെ ആ ഒരു നിമിഷങ്ങൾ അവരുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയുവാനും സാധിക്കുകയില്ല എന്നൊക്കെ ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങളുടെ മോളെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷവും രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തതിന് ശേഷവും ഇപ്പോഴും ഞങ്ങളുടെ കമ്പനിയിൽ പിടിച്ചു നിൽക്കുവാനായിട്ടാണ് ഹിനു നോക്കുന്നത്. അവന് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ അവനോട് കമ്പനിക്ക് ഉപേക്ഷിച്ച് പോകുവാനായിട്ട് പറയുവാൻ കൂടി ഹെയിന്റെ അമ്മ ഹിനുവിന്റെ അമ്മയോട് പറയുന്നു. അമ്മേനെ കാണാത്തത് കൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരും തന്നെ അമ്മയ്ക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അമ്മയും വളരെ വിഷമിച്ചൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. കരച്ചിലൊക്കെ ഒഴിവാക്കുവാനായിട്ട് അമ്മ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. നേരത്തെ തന്നെ ആ ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ചൊക്കെ എത്ര പേര് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ ഹിനു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മൊത്തം 10 പേരാണത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ 10 പേരുടെ ലിസ്റ്റും ഇപ്പോൾ സ്റ്റാഫ് ഹിനുവിനെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു ലിസ്റ്റിലാകട്ടെ മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സെൽഹിയും ഇതേ വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണുന്നു. പക്ഷെ ഇത് മെൻസ് വാച്ച് ആണ്. അതുകൊണ്ട് തന്നെ അവൾ ആയിരിക്കുകയില്ല ഇത് ഉപയോഗിക്കുക. പക്ഷെ അവൾ ആർക്കായിരിക്കും ഇത് ഗിഫ്റ്റ് നൽകിയിട്ടുണ്ടാക്കുക എന്നൊക്കെ സ്റ്റാഫും ചോദിക്കുകയാണ്. അതേ വാച്ച് ഇട്ടിട്ടുണ്ടായിരുന്ന ഉൻസിങ്ങിനെ കാണിക്കുന്നു. ഉൻസിങ്ങും ഹെയ്നെ ഫോളോ ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹെയ്നും അവൻ ഫോളോ ചെയ്യുന്ന കാര്യം ഒന്നും തന്നെ അറിയാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ഉൻസിങ്ങിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഹ്യുനുവും അവിടെ എത്തുകയാണ്. എന്തായാലും ആ ഒരു നിമിഷം കൊണ്ട് തന്നെ ഹെയ്നും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നീ ഓഫീസ് മുതൽ തന്നെ ഹെയ്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. മാത്രമല്ല സെക്രട്ടറി കിമും നീയും കൂടി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സെക്രട്ടറി കിമിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഹ്യുനുവു എവിടെയൊക്കെ പോകുന്നുണ്ടെന്നും ആരെയൊക്കെ കാണുന്നുണ്ടെന്നും കൃത്യമായിട്ടൊക്കെ ഉൻസിങ്ങിന് വിവരം നൽകുവാനായിട്ട് ഉൻസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ സെക്രട്ടറി കിം പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ ഒരു മരുന്നൊക്കെ നൽകിയിട്ട് ഇത് എന്തിനു ഉപയോഗിക്കുന്നതാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി കിം അറിയിക്കുന്നു. അല്ലെങ്കിൽ തന്നെ നീയും ഹെയ്നും ഡിവോഴ്സ് ചെയ്തതല്ലേ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിലേക്ക് നീ വരേണ്ട കാര്യവും ഇല്ല എന്നാണ് ഉൻസിങ് ഹ്യുനുവിനോട് പറയുന്നത്.
നീ ഇനിയും ഹേനെ ഫോളോ ചെയ്യുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഞാനും നിന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. നീയും അവളെ വേദനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഞാനും നിന്നെ വേദനിപ്പിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഹിനു പറയുമ്പോഴത്തേക്കും അവനും നീ അവളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എത്ര വേണമെങ്കിലും പ്രൊട്ടക്ട് ചെയ്തോ. പക്ഷെ അധികം വൈകാതെ തന്നെ ഹെയ്ൻ എന്റേതായി മാറുന്നതായിരിക്കുമെന്നും കൂടി പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഉൻസിംഗ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഉൻസിംഗിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചൊക്കെ ഹിനുവും ശ്രദ്ധിക്കുന്നത്. ഇതേ വാച്ച് തന്നെ ആയിരുന്നു സോൽഹി മേടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ആലോചിച്ചു നോക്കുന്ന ഹ്യുൻവുവും കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ അഴിമതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സോങ് ആയിരുന്നു. സോങ് അഴിമതി ചെയ്തതെല്ലാം തന്നെ കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഡയറക്ടർ ജോയും. അവർ രണ്ടുപേരും കൂടി ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ മുത്തശ്ശന് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ ഹിനുവിന് കിട്ടിയപ്പോഴത്തേക്കും ആ ഫോട്ടോയിൽ അവരുടെ ഒപ്പം മറ്റൊരാളുടെ കൈയും കൂടി അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കയ്യിലുണ്ടായിരുന്ന വാച്ചാണ് സൊൽഹി മേടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉൺസിംഗിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതും ഇതേ വാച്ചാണ്. അങ്ങനെ ഇരിക്കെ ഉൺസിംഗിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഉൺസിംഗിനെയും അഡോപ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം വിദേശത്ത് പഠിപ്പിച്ചതാണെന്നും ഫാമിലി ആയിട്ട് ആരും തന്നെ ജീവിച്ചിരിപ്പില്ലെന്നായിരുന്നല്ലോ ഉൺസിംഗും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സൊൽഹിയും ഉൺസിംഗും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നും കൂടി ഹിനു ആലോചിച്ചു നോക്കുന്നു. സൂചോൾ റിസോർട്ട് പണിയുന്നത് എങ്ങനെയും തടയണമെന്നതായിരുന്നല്ലോ ഉൺസിംഗിന്റെ പ്ലാൻ. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യവുമായിട്ട് ഇപ്പോൾ ഉൺസിംഗ് എത്തിയിരിക്കുകയാണ്. അതായത് ഇവരുടെ റിസോർട്ടിന്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ ഒരു മിലിറ്ററിയുടെ ടവർ ഉണ്ട്. ഈ ഒരു ടവർ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ വലിയൊരു ബിൽഡിംഗ് പണിയുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളതെന്നാണ് ഉൺസിംഗ് പറയുന്നത്. പക്ഷെ സൂചോളും നേരത്തെ അവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവരും ടവർക്ക് മാറ്റിക്കോളാം എന്ന് പറഞ്ഞതാണല്ലോ. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. മുത്തശ്ശൻ സൂചോളിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ആകെ പേടിച്ചിട്ടുണ്ടായിരുന്ന അവനും എങ്ങനെയൊക്കെയോ ആ ഒരു കോളൊക്കെ കട്ട് ചെയ്യുകയാണ്. ഇനി മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ അവന് വിചാരിക്കുമ്പോഴത്തേക്കുമാണ് സെക്രട്ടറിനെ കൂടി മുത്തശ്ശൻ വിളിക്കുന്നത്. പക്ഷെ സെക്രട്ടറിയും പെട്ടെന്ന് തന്നെ കോളൊക്കെ എടുത്തിട്ട് മുത്തശ്ശനുമായിട്ട് സംസാരിക്കുന്നു. പിന്നീട് എത്രയും വേഗം മുത്തശ്ശനെ ചെന്ന് കാണുവാനായിട്ടൊക്കെ മുത്തശ്ശൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സൂചോളിനോട് പറയുകയാണ്. സൂചോളാകട്ടെ ഇന്നേ വരെ മുത്തശ്ശന്റെ കോളൊന്നും കട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രശ്നമൊക്കെ വന്നിട്ട് മുത്തശ്ശന്റെ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും മുത്തശ്ശന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുവാനായിട്ടാണ്. പക്ഷെ സെക്രട്ടറിക്ക് അതൊന്നും മനസ്സിലാക്കി പെരുമാറുവാൻ അറിയുകയില്ലല്ലോ എന്നൊക്കെ അവനും ഓർക്കുന്നു. ഇനിയിപ്പോൾ തന്നെ രക്ഷിക്കാനായിട്ട് ഒരേ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കുന്ന സൂചോളും ഹ്യുനുവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ടാണ് എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം മാത്രം പണിയൊക്കെ തുടങ്ങിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്രയും വലിയൊരു അബദ്ധത്തിലൊക്കെ നീ ചെന്ന് ചാടിയില്ലേ എന്നൊക്കെ ഹ്യുനുവും ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനോ ഉൻസിംഗ് കുറെ ഓഫറൊക്കെ നൽകിയപ്പോഴത്തേക്കും ഞാൻ അതിലൊക്കെ വീണുപോയി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് സുചോൾ നിൽക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാം, നീ മുൻസിംഗും കൂടി പോയി അവിടെ ചെന്ന് സംസാരിച്ചു നോക്ക്. എന്തെങ്കിലും ഒത്തുതീർപ്പൊക്കെ ആക്കുവാൻ പറ്റുമോ എന്ന് നമുക്ക് അപ്പോൾ നോക്കാമെന്നൊക്കെ ഹിൻവു പറയുമ്പോഴത്തേക്കും മുൻസിംഗ് ഒരു US പൗരനാണ്. അങ്ങനെ ഇരിക്കെ അവനെങ്ങോട്ട് പോയാൽ ഒരു കാര്യവും നടക്കുകയില്ല. അതിന് പകരമായിട്ട് നീ വരാവോ? നീ കുറെ കാലം മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ, നീ സംസാരിച്ചാൽ അവർ ഉറപ്പായിട്ടും കേൾക്കുമെന്നൊക്കെ ഹ്യുൻവുവിനോട് സൂചോളും പറയുന്നു. ഹ്യുൻവുവും അവന്റെ ഒപ്പം പോകാമെന്നൊക്കെ സമ്മതിക്കുകയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴും അച്ഛൻ പസിൽ ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശൻ അമ്മേനെയും അച്ഛനെയും കൂടി വിളിപ്പിക്കുന്നു. വാർത്തകളിലെല്ലാം തന്നെ ഈ ഒരു വാർത്തയായിരുന്നു നിറഞ്ഞു നിന്നിട്ടുമുണ്ടായിരുന്നത്. അതായത് മിലിറ്ററിയുടെ ഒരു ബേസ് ലൈൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള റിസോർട്ട് പണിയുവാനായിട്ട് സാധിക്കുകയില്ല എന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അടച്ച തുക പിൻവലിക്കുവാൻ സാധ്യതയുണ്ട് എന്നും അവർക്ക് നഷ്ടം വരുന്നതായിരിക്കുമെന്ന രീതിയിലും വാർത്തകൾ പരക്കുന്നു. ഞാനും ഇതിനൊരു പരിഹാരവുമായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂചോളും പേരൻസിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു. മിലിറ്ററിയുടെ ആ ഒരു ബേസ് ലൈൻ ആകട്ടെ വളരെയധികം പഴക്കം ചെന്നതാണ്. മാത്രമല്ല ഇവരുടെ ബിൽഡിങ്ങിന്റെ പകുതിയോളം വലുപ്പവും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ബിൽഡിംഗ് ഉയരത്തിൽ പണിയുവാനായിട്ട് സാധിക്കാത്തത്. എന്തായാലും ഈ ഒരു ബേസ് ലൈനൊക്കെ പഴകിയതായതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഒരു ബേസ് ലൈൻ നിർമ്മിക്കുവാൻ മിലിറ്ററി മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബേസ് ലൈനൊക്കെ പണിയുന്ന കൂട്ടത്തില് അതിന്റെ ഉയരം കുറച്ചുകൂടി കൂട്ടുവാൻ സാധിക്കുമല്ലോ എന്നാണ് ഹിറോ പറയുന്നത്. അങ്ങനെ അതിന്റെ ഉയരമൊക്കെ കൂട്ടുകയാണെങ്കിൽ റിസോർട്ടിനും ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല എന്നും അത് നന്നായി തന്നെ പണിയുവാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മിലിറ്ററിക്കാരും അതിനോട് യോജിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നവും ഇപ്പോൾ അവൻ പരിഹരിച്ചിരിക്കുകയാണ്. ഞാനാണ് ഇതിന്റെ ഐഡിയ എല്ലാം തന്നെ ഹ്യുനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ സൂചകൾ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ ഹ്യുനുവിന്റെ ഐഡിയ ആണെന്നുള്ള കാര്യം മുത്തശ്ശനും അച്ഛനും മനസ്സിലാക്കിയിരിക്കുന്നു. അവരും അവൻ എത്ര ബുദ്ധിമാനാണെന്നൊക്കെ പറയുന്നുമുണ്ട്. ഇൻവെസ്റ്റേഴ്സുമായിട്ട് സൂചോൾ മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് മിലിറ്ററിയുടെ പ്രശ്നം എല്ലാം തന്നെ പരിഹരിച്ചു എന്ന് പറയുകയാണ്. പക്ഷെ അപ്പോഴായിരുന്നു മുത്തശ്ശനെതിരായിട്ട് കേസൊക്കെ ഉള്ളതിനെ കുറിച്ച് കൂടി ഇൻവെസ്റ്റേഴ്സ് സംസാരിക്കുന്നത്.
ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്കും തുകയെല്ലാം തന്നെ തിരികെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. റിസോർട്ട് പണിയുവാനായിട്ട് സാധിക്കുകയില്ല എന്നും പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ സൂചോളിന് ആകെ വിഷമമാകുന്നു. എല്ലാം ഹിനുവോ കാരണം സംഭവിച്ചതാണ്. ഹിനുവും ആ ഒരു രേഖകൾ ഒന്നും തന്നെ ചോർത്തി കൊടുക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം തനിക്ക് വരികയില്ലായിരുന്നു എന്നൊക്കെ ഉൻസിങ്ങിന്റെ അടുത്തും സൂചോൾ പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.